ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 11, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF ഫോർമാറ്റിൽ ടെലഗ്രാം ചാനൽ ആയിട്ടുള്ള ജെഡിസ് കറണ്ട് അഫേഴ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യണമെങ്കിൽ നമുക്കത് നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. ഓരോ കോമ്പറ്റീഷനും അത് നമുക്ക് സഹായിക്കുകയുള്ളൂ. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 11. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യൻ റെയിൽവേ കണ്ടക്ട്സ് ട്രയൽ റൺ ഓഫ് ഏഷ്യ ലാർജസ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ രുദ്രാഷ്ട്ര. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയായ രുദ്രാഷ്ട്രയുടെ പരീക്ഷണ ഓട്ടം ഇന്ത്യൻ റെയിൽവേ നടത്തി. ഇത് ഏഷ്യയിലെ ലോങ്സ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ ആണ്. ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയാണ് രുദ്രാഷ്ട്ര. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 9 ഇന്ത്യൻ റെയിൽവേ ഓടിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ചരക്ക് ട്രെയിനിന്റെ പേരെന്താണ്? രുദ്രാഷ്ട്ര. രുദ്രാഷ്ട്ര എന്ന ഫ്രൈറ്റ് ട്രെയിൻ ചരക്ക് തീവണ്ടിയാണ് ഏഷ്യയിലെ ഏറ്റവും വലുതും ഇന്ത്യൻ റെയിൽവേ ഓഗസ്റ്റ് 9 ട്രയൽ റൺ നടത്തിയിട്ടുള്ളതും. 2025 ഓഗസ്റ്റ് 9 ഇന്ത്യൻ റെയിൽവേ ഓടിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ചരക്ക് ട്രെയിനിന്റെ നീളം എന്താണ്? 4.5 കിലോമീറ്റർ നീളമുള്ള ചരക്ക് ട്രെയിൻ. 4.5 കിലോമീറ്റർ നീളത്തിലുള്ള ട്രെയിൻ അത് കടന്നു പോകുമെന്ന് പറയുമ്പോൾ എത്ര സമയമെടുക്കുമല്ലേ? അതേപോലുള്ള ട്രെയിൻ ആണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു ട്രെയിൻ ആയിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ രുദ്രാഷ്ട്ര എന്ന് പറയുന്ന ട്രെയിൻ. 4.5 കിലോമീറ്റർ ലെങ്ത് ആണ് ആ ട്രെയിനിന്. 2025 ഓഗസ്റ്റ് 9 രുദ്രാഷ്ട്ര ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയ യുപിയിലെ ചന്ദൌലിയിലെ ഗാൻജുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജാർഖണ്ഡിലെ ഗർവായിലേക്ക് എത്ര ദൂരം? 209 കിലോമീറ്റർ. 5 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയ 209 കിലോമീറ്റർ എന്ന ആ ഒരു ലക്ഷ്യമായിരുന്നു യുപിയിലെ ചന്ദൌലിയിലെ ഗഞ്ച്ഖ്വാച്ച റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജാർഖണ്ഡിലെ ഗാർവയിലേക്കുള്ള ആ ഒരു യാത്ര. 209 കിലോമീറ്റർ 5 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് എടുത്തിട്ടുള്ള ആ യാത്രയായിരുന്നു ആ ട്രെയിനിന്റെ. 2025 ഓഗസ്റ്റ് 9 4.5 കിലോമീറ്റർ നീളമുള്ള ചരക്ക് ട്രെയിൻ രുദ്രാഷ്ട്രയുടെ പരീക്ഷണ ഓട്ടത്തിനായി എത്ര എഞ്ചിനുകൾ ഘടിപ്പിച്ചു? 7 എഞ്ചിൻസ് ആണ്. അതായത് അത്ര നീളമുള്ള 4.5 കിലോമീറ്റർ നീളത്തിലുള്ള ആ ട്രെയിനിനെ ഘടിപ്പിച്ചിട്ടുള്ള എഞ്ചിൻസ് ആണ് 7 എഞ്ചിൻ. 7 എഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്ര നീളത്തിലുള്ള ആ ഒരു ട്രെയിനിന്റെ ആ ഒരു ട്രയൽ റൺ നടത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 9 രുദ്രാഷ്ട്ര എന്ന് പറയുന്ന ട്രെയിനിന്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 9 പരീക്ഷണോട്ടം നടത്തിയ രുദ്രാഷ്ട്ര ചരക്ക് ട്രെയിനിൽ എത്ര വാഗണുകൾ ഘടിപ്പിച്ചു? 345 വാഗൺസ്. 345 വാഗൺസ്, 7 എഞ്ചിൻ, 209 കിലോമീറ്റർ യാത്ര. യുപിയിൽ നിന്ന് ജാർഖണ്ഡിലേക്കുള്ള ആ യാത്ര 4.5 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ട്രെയിൻ. രുദ്രാഷ്ട്ര എന്ന് പറയുന്ന ട്രെയിനിന്റെ ട്രയൽ റൺ ആണ് നടത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 9 ഇന്ത്യൻ റെയിൽവേ, ഏഷ്യയിലെ ദ ലാർജസ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: വേൾഡ് ഹെൽത്ത് ഡിക്ലെയർസ് കെനിയ ഫ്രീ ഓഫ് സ്ലീപ്പിംഗ് സിക്നസ്. കെനിയ സ്ലീപ്പിംഗ് സിക്നസ് എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്തിടെ ഏത് രാജ്യമാണ് മനുഷ്യ ആഫ്രിക്കൻ ട്രൈപ്പോനോസോമിയാസിസ് സ്ലീപ്പിംഗ് സിക്നസ് എന്നും അറിയപ്പെടുന്നത് ഇല്ലാതാക്കിയതായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സാക്ഷ്യപ്പെടുത്തിയത്? കെനിയ. കെനിയ എന്ന രാജ്യമാണ്, അതായത് 10ാമത്തെ രാജ്യമാണ് സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ട്രൈപ്പാനോസോമിയാസിസ് എന്ന് പറയുന്ന ഈ അസുഖം ഇല്ലാതാക്കിയിട്ടുള്ളത്. ഇത് തുടക്കത്തിലെ പനി, പിന്നീടത് നെർവുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത് അല്പം മാരകമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ആഫ്രിക്കൻ ട്രൈപ്പനോസോമാസിസ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസ് എന്നറിയപ്പെടുന്ന ഈ അസുഖം. അടുത്തിടെ മനുഷ്യ ആഫ്രിക്കൻ ട്രൈപ്പാനോസോമിയാസിസ് മോചിതയായ 10ാമത്തെ രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? കെനിയ. കെനിയയാണ് 10ാമത്തെ രാജ്യം ഇത്തരത്തിലുള്ള ഈ അസുഖം പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാക്കിയിട്ടുള്ളതും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയിൽ അറിയിച്ചിട്ടുള്ള ഒന്നാണ് കെനിയ എന്ന രാജ്യം സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ആ രോഗത്തിൽ മുക്തി നേടിയൊരു കാര്യം. 2018 കെനിയയിൽ ഏത് രോഗമാണ് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത്?
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് എലിമിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഗിനിയ വേം രോഗം, ഗിനിയ വേം എന്ന് പറയുന്ന ഒരു ഡിസീസ്, അത് ബാധിച്ച ഒരു രാജ്യമാണ് കെനിയ. എന്നാൽ ആ രാജ്യം 2018 ആ ഒരു രോഗത്തിൽ നിന്ന് വിമുക്തി നേടി. കെനിയ എന്ന രാജ്യം ഇത് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് നെയ്റോബി. കറൻസി ആണ് കെനിയൻ ഷില്ലിംഗ്. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5.64 കോടിയാണ്. അതായത് കേരളത്തെക്കാളും കൂടുതലായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് കെനിയ. ദി ക്യാപിറ്റൽ ഓഫ് കെനിയ ഈസ് നെയ്റോബി. സ്ലീപ്പിംഗ് സിക്നസ് എന്നറിയപ്പെടുന്ന ട്രൈപ്പോനോസോമിയാസിസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്താണ്? 1896 1906 ഇടയിൽ ഉഗാണ്ടയും കോങ്കോയും. ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ഉഗാണ്ട, കോങ്കോ എന്നീ രാജ്യങ്ങളിലാണ് 1896 1906 ഈ സമയങ്ങളിൽ സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ട്രൈപ്പോനോസോമിയാസിസ് എന്നറിയപ്പെടുന്ന ഈ രോഗം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സാധാരണ പനിയാണ്. പിന്നീട് അത് പനി നെർവുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്, MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. ഭക്ഷണത്തിനും സമാധാനത്തിനുമുള്ള MS സ്വാമിനാഥൻ അവാർഡ് ഈയടുത്തായിരുന്നു MS സ്വാമിനാഥൻ സെന്റിനറി ആയിട്ടുള്ള ഒരു കോൺഫറൻസ് നടത്തിയിട്ടുള്ളത് ഡൽഹിയിൽ വെച്ച്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റിൽ ആദ്യത്തെ MS സ്വാമിനാഥൻ വാർഷിക ഭക്ഷ്യ സമാധാന അവാർഡ് നേടിയത് ആരാണ്? അഡേമോല ആറ്റ്നൽ. ആദ്യത്തെ MS സ്വാമിനാഥൻ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് ആറ്റ്മോല അഡാനൽ. ആദ്യത്തെ MS സ്വാമിനാഥൻ വാർഷിക ഭക്ഷ്യ സമാധാന അവാർഡ് നേടിയ പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനായ ആറ്റ്മോല അഡാനൽ ഏത് രാജ്യക്കാരനാണ്? നൈജീരിയ. നൈജീരിയ സ്വദേശിയാണ് ആറ്റ്മോല അഡാനൽ. ഇദ്ദേഹമാണ് MS സ്വാമിനാഥൻ അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തി. 2025 ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കായിരുന്നു, അതായത് 7-ാം തീയതിയായിരുന്നു MS സ്വാമിനാഥൻ ആനുവൽ കോൺഫറൻസ്. ഇത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിൽ വെച്ചാണ്. ഇവിടെ വെച്ചാണ് നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള ആറ്റ്മോല അഡാനലിനെ MS സ്വാമിനാഥൻ അവാർഡ് നേടി ആദരിച്ചിട്ടുള്ളത്. നൈജീരിയൻ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ആറ്റ്മോല അഡാനലയുടെ ഏത് ശ്രമത്തെ അംഗീകരിക്കുകയും ആദ്യത്തെ MS സ്വാമിനാഥൻ ഭക്ഷ്യ സമാധാന അവാർഡ് നൽകുകയും ചെയ്തു? നൈജീരിയയിലെ വിശപ്പിനെതിരെ പോരാടിയതിനെ. നൈജീരിയ രാജ്യത്തെ വിശപ്പിനെതിരെ പോരാടിയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആണ് ആറ്റ്മോല അഡാനലെ. അദ്ദേഹത്തെയാണ് ആദരിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ MS സ്വാമിനാഥൻ അവാർഡ്, ആനുവൽ അവാർഡ്. അദ്ദേഹത്തെ പറ്റി ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഓരോ രാജ്യങ്ങളിലും സിസ്റ്റമാറ്റിക് വേയിലുള്ള ഒരു കൃഷി സമ്പ്രദായം ഉണ്ടാകണം എന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ രാജ്യത്ത് ഭക്ഷണ ക്ഷാമം ഒരിക്കലും അനുഭവപ്പെടുകയില്ല എന്നും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യൻ വുമൻ സെക്യൂർ 3rd പ്ലേസ് അറ്റ് ഏഷ്യ റഗ്ബി അണ്ടർ-27s. ഏഷ്യ റഗ്ബി അണ്ടർ-27സിൽ ഇന്ത്യൻ വനിതകൾ 3ാം സ്ഥാനം നേടി. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട വാർത്തയാണ്. ഏഷ്യ റഗ്ബി അണ്ടർ-27s നടന്നിട്ടുള്ളത് ബീഹാറിലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏഷ്യൻ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് പുരുഷ ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഹോങ്കോങ്. ഹോങ്കോങ് എന്ന രാജ്യമാണ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഫൈനൽ വിജയിച്ചിട്ടുള്ളത്. ഏഷ്യൻ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് വനിതാ ഫൈനൽ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ചൈന. അപ്പൊ ചൈനയാണ് 1ാം സ്ഥാനത്ത്. ചൈനയാണ് ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അണ്ടർ-20 വനിതകളുടെ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏഷ്യൻ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ 7 ടീമിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ ടീം 3ാം സ്ഥാനം നേടിയത്. ഉസ്ബെക്കിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ ഒരു മത്സരത്തിൽ നടന്നിട്ടുള്ളത് ബീഹാറിലെ രാജ്ബീർ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്, ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് രമേഷ് ബുദ്ദിഹാൽ ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ മെഡൽ. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി രമേഷ് ബുദ്ദിയാൽ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ പുരുഷ വിഭാഗത്തിൽ വെങ്കലം നേടി മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രമേഷ് ബുദ്ദിയാൽ. ഇന്ത്യയിൽ, അതും കേരളത്തിൽ കോവളം സ്വദേശിയായിട്ടുള്ള രമേഷ് ബുദ്ദിഹാൽ ആണ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഈ ഒരു ഓപ്പൺസ്
മെൻ കാറ്റഗറിയിൽ ബ്രോൺസ് ആണ് നേടിയിട്ടുള്ളത് രമേഷ് ബുദ്ധിഹാൽ. 2025 ഓഗസ്റ്റ് 10 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? മഹാബലിപുരം, തമിഴ്നാട്. തമിഴ്നാട്ടിലെ മഹാബലിപുരത്തായിരുന്നു ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ്. ഈ ഒരു മത്സരത്തിലാണ് രമേഷ് ബുദ്ധിഹാൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മെഡൽ നേടുന്നത്. ബ്രോൺസ് മെഡൽ ആണ് കോളം സ്വദേശിയായിട്ടുള്ള രമേഷ് ബുദ്ധിഹാൽ നേടിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് വേൾഡ് ലയൺ ഡേ 2025. ലോക സിംഹദിനം 2025 ഏത് ദിവസമാണ് ലോക സിംഹദിനം ആചരിക്കുന്നത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വർഷം തോറും ലോക സിംഹദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? ഓഗസ്റ്റ് 10. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 തീയതിയാണ്. അതായത് ഇന്നലെ ഓഗസ്റ്റ് 10 ഇന്നലെയാണ് ലോക സിംഹദിനം ആയിട്ട് ആഘോഷിക്കുന്നത്, വേൾഡ് ലയൺ ഡേ ആയിട്ട്. 2025 ഇന്ത്യയിൽ എത്ര ഏഷ്യാറ്റിക് സിംഹങ്ങളുണ്ട്? 891. ഇന്നിപ്പോൾ സിംഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 891 ഏഷ്യാറ്റിക് ലയൺസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഉള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ. 2025 ലോക സിംഹദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോങ് ലീവ് ദ കിങ്. രാജാവ് നീണാൾ വാഴട്ടെ. ലോങ് ലീവ് ദ കിങ് ആണ് ഈ പ്രാവശ്യത്തെ തീം, വേൾഡ് ലയൺ ഡേ 2025. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 തീയതിയാണ് വേൾഡ് ലയൺ ഡേ ആയിട്ട് ആചരിക്കുന്നത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.